ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ടിപ്സ് അല്ല കേട്ടോ, ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ ഇളനീരെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒരു ഇളനീര് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് കേട്ടോ. അതിൻ്റെ മേൽവശം ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ വെള്ളം മുഴുവനായിട്ട് ഒരു കപ്പിലേക്ക് മാറ്റി. കണ്ടോ, ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് കോരിയെടുത്ത് കഴിക്കാൻ പാകത്തിനുള്ള ഇളനീരിൻ്റെ അതിൻ്റെ കാമ്പാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. ഫുള്ളായി തന്നെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിലൊരു ചെറിയൊരു പീസ് മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ള പീസ് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്താ തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആണെങ്കിലും നമ്മൾ ഇത് ഇത്തിരി വില കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ ഐസ്ക്രീമിനേക്കാളും കുറച്ചുകൂടെ നമ്മളിത് വില കൊടുത്ത് വാങ്ങുന്നതാണ്. ഇപ്പോൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിലും അതുപോലെ ബ്ലൂബെറിയുടെ ഐസ്ക്രീമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് അതിനെ ഒരു ചെറിയൊരു പീസ് മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒരു പീസ് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു തേങ്ങയുടെ വെള്ളം, ഇളനീരിൻ്റെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് നമ്മളിതുപോലെ ഒന്ന് അരിച്ചിട്ട് ഈ ഒരു ഇതിലേക്ക് ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു വേറൊരു ബൗളിലേക്ക് ശരിക്കും അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 120 ml കപ്പിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നോർമലായിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ ടിന്നാണ്, അതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ വെള്ളവും കൂടെ ഉള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ, അതും നമ്മൾ ഇതിലേക്ക് ഫുള്ളായി തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മളതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യണമെന്നില്ല, സ്പൂണിട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയാലും മതിയാവും. പിന്നെ നമ്മൾ ആ ഒരു പീസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞതാക്കി ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തിട്ട് അത് നമ്മളിതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് നമുക്ക് ഇത് റെഡി ആയി. നമ്മളൊരു വേറൊരു ഐസ്ക്രീമിൻ്റെ ബൗളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു ഫിലിം കവറൊക്കെ ഒരു കവർ ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ പോപ്സിക്കിൾസിൻ്റെ ആ ഒരു അച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പോപ്സിക്കിളിൻ്റെ സ്റ്റിക്കും കൂടെ നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു 6 മണിക്കൂർ നേരം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ളതിനെ ഞാൻ വേറെ ഒരു ഇതുപോലത്തെ ബോക്സ്, ഇത് കേക്കിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതായത് ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ ടിന്ന ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇതിനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒന്ന് കറക്റ്റ് ലെവലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതും 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് എടുത്തിട്ട് വരാം. ഇതിപ്പോൾ 6 മണിക്കൂറിന് ശേഷം, ഇത് 6 മണിക്കൂറല്ല, ഇത് രാത്രിയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഓവർനൈറ്റ് ഞാനിതിപ്പോൾ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് എടുത്ത് കഴിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് നമ്മളൊന്ന് മുക്കി വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് ഇളക്കിയെടുത്തിട്ട് വരാം കേട്ടോ. കുറച്ച് സമയം വെള്ളത്തിൽ വെച്ചാൽ തന്നെ അത് നമുക്ക് വിട്ടുവിട്ടൂടാ. അല്ലാതെ നമ്മൾ വെള്ളത്തിലൊന്നും മുക്കാതെ നമ്മളിത് പെട്ടെന്ന് വലിക്കണമെങ്കിൽ നമുക്ക് കിട്ടില്ല. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ടിൻ്റെ പോപ്സിക്കിൾസ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മളിതുപോലെ തയ്യാറാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊന്നും ഐസ്ക്രീം വാങ്ങണ്ട. പ്രത്യേകിച്ച് അതിലൊന്നും ചേർക്കാൻ പോലും ഇല്ല. വെറും ഈ ഒരു വിപ്പിംഗ് ക്രീമും അതുപോലെ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. മിൽക്ക് മെയ്ഡ് നിർബന്ധം മിൽക്ക് മെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചതാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിവിടെ ഒരു ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിന് പഴുപ്പ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് പിറ്റേന്ന് പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പഴുക്കാതെ നമ്മൾ പിറ്റേന്ന് വെച്ചാലും ഇത് ഇതുപോലെ തന്നെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും. ചെറിയൊരു മാറ്റം എന്നല്ലാതെ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് പിറ്റേന്ന് പഴുത്ത് കിട്ടാനായിട്ട് ഇപ്പോൾ അരി വാങ്ങിയിട്ടുള്ള ഒരു സഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇത് വെച്ച് കുറച്ച് ന്യൂസ് പേപ്പറും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കറക്റ്റായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പിറ്റേന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് കഴിക്കാനുള്ള
കഴിക്കാനുള്ള പാകത്തിന് നമുക്ക് പഴം പഴുത്ത് കിട്ടും. അപ്പോൾ പിറ്റേന്ന് നമുക്കിതൊന്ന് എടുത്ത് നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മൾ പിറ്റേ നാൾ രാവിലെ നമ്മളിതൊന്ന് ഓപ്പണാക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പാകത്തിന്, അതായത് നമ്മൾ പുട്ടിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ പുട്ടിൻ്റെ കൂടെ ഒന്ന് ഞെരടി പിഴിഞ്ഞൊക്കെയാണ് നമ്മൾ കഴിക്കുക, കുഴച്ചൊക്കെയാണ് കഴിക്കുക. അപ്പോൾ അതിന് പാകമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പഴം ഇവിടെ പഴുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിലും വാങ്ങി നമുക്ക് പഴുത്തിട്ടില്ല, അത് കുറച്ച് പച്ചയായിട്ടിരിക്കുകയാണ്, അത് നമുക്കൊന്ന് ലെവലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് സമയം വെച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ ഒരു 6 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ പഴം പഴുത്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ആപ്പിളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കത് മടിയായിരിക്കും. അതിനടിയിലുള്ള സീഡ് ചിലപ്പോൾ അവർ അറിയാതെ കഴിച്ചു പോകും. അപ്പോൾ അത് കാരണം നമ്മൾ ആ സീഡ് മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് എടുത്തതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഇതുപോലെ ഒരു പീലർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ 2 തണ്ടിൻ്റെ ഭാഗം 2 സൈഡും ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു പീലർ ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റ് ആ സീഡുള്ള ഭാഗം മുഴുവനായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇത് നന്നായി കഴുകി ഇതിൻ്റെ തോലെല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ ആക്കിയിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കടിച്ച് തിന്നുമ്പോഴും ഈ ഒരു സീഡ് ഇടയിലുണ്ട് എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു വൃത്തിയായിട്ട് നമുക്ക് ഇതുണ്ട്, ഇതുപോലെ നമുക്ക് അതിനകത്ത് സീഡ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ജ്യൂസ് അടിക്കാനായിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ഒരു പീലർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ തോല് നമ്മൾ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുക. നമ്മൾ സാധാരണ ഓറഞ്ചൊക്കെ തോല് നമ്മൾ പൊടിക്കാറുണ്ട് ഫേസ് പാക്കിൻ്റെ ആവശ്യത്തിനായിട്ട്. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ തോല് മുഴുവനായിട്ട് പൊളിച്ചെടുത്തിട്ട് നമ്മൾ അത് അങ്ങനെ കൊണ്ടുപോയി ഉണക്കുമ്പോൾ ആ ഒരു ഓറഞ്ചിൻ്റെ തോലിന് ഭയങ്കര കട്ടിയായിരിക്കും. നമുക്ക് സാധാരണ നമ്മുടെ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ അത് തരിതരിപ്പോട് തന്നെ ഇരിക്കും, നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടില്ല. പിന്നെ നമ്മൾ മില്ലിലൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് പൊടിക്കുക. മില്ലിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മില്ലിൽ അവർ പൊടിക്കാനും ഒരുപാട് മടി കാണിക്കുന്നുണ്ട്. കാരണം അതിനുശേഷം അവർ ഗോതമ്പോ പച്ചരിയൊക്കെ പൊടിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ല് അതിൽ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പലതവണ കൊടുത്തിട്ടും അവരത് പൊടിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മേലത്തെ ആ ഒരു തോട് മാത്രം ഇതുപോലെ പീൽ ചെയ്തെടുക്കുമ്പോൾ നല്ല തിന്നായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിനെ നമ്മൾ ഉണക്കിയിട്ട് നമുക്ക് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണക്കി കഴിയുമ്പോൾ തന്നെ ഒരുപാട് കട്ടിയായിട്ട് നമുക്ക് കിട്ടില്ല. നമ്മൾ മൊത്തമായിട്ട് പൊളിച്ചെടുത്ത് ഉണക്കുമ്പോൾ കിട്ടുന്ന പോലെ ഭയങ്കര കട്ടിയായിരിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതുപോലെ ഓറഞ്ച് സെറം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യം അനുസരിച്ച് നമുക്ക് ഓറഞ്ച് സെറം, അതായത് ഫേസ് സെറം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ സാമ്പ്രാണിയൊക്കെ വീട്ടിൽ കത്തിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പീസ് കർപ്പൂരം കൂടെ വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കർപ്പൂരത്തിൻ്റെ മണം കൂടി നമുക്ക് വരുമ്പോൾ വീട്ടിനകത്ത് നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും. അതുപോലെ തന്നെ കൊതുക് ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ കത്തിച്ച് വെച്ചിട്ട് ജനലൊക്കെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനുള്ള കൊതുക് മുഴുവൻ ആ ജനലിൽ കൂടെ പുറത്തേക്ക് പോകും. ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. ഇത് ശ്വസിക്കുമ്പോഴും വലിയ പ്രശ്നം വരില്ല. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള ടിപ്പ്, നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ചീഞ്ഞ ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കളയരുത് കേട്ടോ. ഒരെണ്ണം ചീഞ്ഞു പോയിട്ടുണ്ട്, ഒരെണ്ണം ശരിക്കും ആ ഓറഞ്ച് തൊലിച്ചപ്പോൾ ഭയങ്കര ഹാർഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തിന്നാൻ പറ്റില്ല, ജ്യൂസ് അടിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നല്ല ഡ്രൈ ആയിരിക്കുന്നതാണ് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട്. അപ്പോൾ ആ 2 ഓറഞ്ചിനും അതേപോലെ തന്നെ ഇതുപോലെ ഒരു പഴയ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, അതിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുനാരങ്ങയുടെ തോട് എപ്പോഴും ഞാൻ സേവ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഫ്രിഡ്ജിനകത്ത് തന്നെ. ഫ്രിഡ്ജിനകത്ത് നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ആ ഒരു ചെറുനാരങ്ങയുടെ തോടിനെ നമ്മളിതുപോലെ ഒന്ന് കത്രിക യൂസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മൂങ്ങുന്ന പരുവത്തിൽ നമ്മൾ വെള്ളവും കൂടെ വെച്ച് ശരിക്കും ഒരു കൈപ്പിടി അളവിൽ കല്ലുപ്പ് നല്ലോണം എടുത്തിട്ട് അതും കൂടി നമ്മളിതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി അതിൽ തന്നെ ഇരിക്കട്ടെ. ഈ ഒരു ഓറഞ്ച് എല്ലാം ഒന്ന് സോഫ്റ്റായിട്ടും നല്ല വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായി ചൂടാറുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മൾ അതിൽ ഓറഞ്ചും അതുപോലെ ചെറുനാരങ്ങയുടെ തോടും നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ വേവിച്ച വെള്ളം തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് അരച്ചെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് അരിച്ചെടുക്കുക.
അപ്പോൾ ഞാൻ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വലിയൊരു അരിപ്പ വെക്കുക കേട്ടോ. കുഞ്ഞരിപ്പയിലാകുമ്പോൾ പെട്ടെന്ന് അരിച്ച് കിട്ടില്ല, കുറേ സമയം നമ്മളിതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നന്നായി തന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ജാറിൽ അര ജാറോളം തന്നെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒഴിച്ചിട്ട് നന്നായി അരിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഓറഞ്ചിൻ്റെ സത്ത് മുഴുവൻ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കിട്ടുന്ന പോലെ നമ്മളിതിനൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ അരിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു ചെറിയ ടീസ്പൂണിൽ 2 ടീസ്പൂണോളം തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ സോപ്പ് പൊടിയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ടൈഡിൻ്റെ സോപ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ ശരിക്കും ഒരു 3-3.5 ടേബിൾ സ്പൂണോളം തന്നെ ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് സോപ്പ് പൊടിയൊക്കെ നന്നായി ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളിതൊരു ബോട്ടിലാക്കി വെക്കുക. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ സകല ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾക്കും നമുക്ക് ഒന്നല്ല ഓരോന്നും എടുത്ത് കാണിക്കുന്നുമില്ല, നമുക്ക് എല്ലാ ക്ലീനിങ് പർപ്പസിനും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്കിതിനൊന്ന് കുപ്പിയിലാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസ് ആണെന്നുണ്ടെങ്കിലും കേക്ക് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് ചെന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പോൾ ഇത് ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്. അതിപ്പോൾ അടുത്തതായിട്ട് ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ നമ്മൾ ആക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ വെള്ളം ചേർത്തിട്ട് നമ്മളത് കൂടുതൽ ക്വാണ്ടിറ്റി ആക്കണം എന്നില്ല കേട്ടോ. അത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിനകമൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഇതൊരല്പം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഇതൊരല്പം ഒഴിച്ചിട്ട് നമ്മൾ വീട്ടിനകമൊക്കെ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് നല്ല ക്ലീൻ ആയിരിക്കുകയും ചെയ്യും, നല്ല ഷൈനിങ്ങും കിട്ടും, അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മണം കിട്ടും. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് തുടയ്ക്കുമ്പോൾ വീട്ടിനകത്ത് ഉറുമ്പ് ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഉറുമ്പൊന്നും തന്നെ വരില്ല കേട്ടോ ഈ ഒരു ഉപ്പ് ചേർത്തിരിക്കുന്നത് കൊണ്ട്. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം ഒഴിച്ചിട്ട് പാത്രം കഴുകാനായിട്ട് നമ്മളിത് കണ്ടോ, വളരെ കുറച്ചാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല കട്ടിയുള്ളതാണ്, അപ്പോൾ കൂടുതലായിട്ട് വെള്ളം പോലെയൊന്നും ഇരിക്കുന്നില്ല. അപ്പോൾ വളരെ കുറച്ച് എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ദേ ഇവിടെയുള്ള എല്ലാ പാത്രം കഴുകിയിട്ടും ബാക്കിയും ഇത് നമ്മൾ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് പാത്രം കഴുകുമ്പോൾ നല്ല പോലെ തന്നെ കരി പിടിച്ചിരിക്കുന്നതാണെങ്കിൽ പോവാനും പാത്രത്തിന് നല്ലൊരു മണവും കിട്ടും. പിന്നെ സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ നല്ല ഷൈനിങ്ങും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പാത്രം കഴുകാനായിട്ട് ഡിഷ് വാഷ് ലിക്വിഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും നമുക്ക് ബാക്കി പിന്നെയും ബാലൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പാത്രം തന്നെ എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ. അതേപോലെ തന്നെ സിങ്കിൻ്റെ മുകളിലുള്ള സ്റ്റീൽ ടാപ്പ്, നമ്മൾ കൗണ്ടർ ടോപ്പ്, വാഷ് ബേസിൻ, ബാത്റൂം, ക്ലോസറ്റ്, അതുപോലെ തന്നെ ബാത്റൂമിനകത്തുള്ള ബക്കറ്റ്, മഗ്, നമ്മൾ ബാത്റൂമിനകത്തിരുന്ന ചപ്പൽ, ഇതെല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴുകാം. അപ്പോൾ ഞാൻ ഓരോന്നും കഴുകി കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ എന്ത് കാര്യങ്ങളും നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു ഇതുപോലെ ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചീഞ്ഞ ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കളയുന്നത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു മാസത്തോളം നമുക്ക് ഉപയോഗിക്കാനും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.